ഇന്ന് നമ്മൾ തൃശ്ശൂരുള്ള അക്കരാസ് അക്വേറിയം വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ടതാണ് ഈ ആൽബിനോ ജയന്റ് ഗൗരാമി ഈ ഒരു ഓസ്കാറുകളുടെ കൂടെ കിടക്കുന്നത്. സാധാരണ നമ്മൾ ഈ അക്വേറിയത്തിൽ കാണാറുള്ളത് ഓസ്കാറുകൾ തന്നെയാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ടത് നമ്മുടെ ആൽബിനോ ഫയർ റെഡ് ഓസ്കാറുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ടൈഗർ ഓസ്കാർ അല്ല ഇത്. എനിക്ക് തോന്നുന്നു ഈ സൈഡ് നല്ല രീതിയിൽ റെഡ് കളർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോപ്പർ എന്തോ ആണ്. കൃത്യമായിട്ട് ഈ ഓസ്കാർ വെറൈറ്റിയുടെ പേര് എനിക്കറിയില്ല, കാരണം ഇത് പല പാറ്റേണിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും കോപ്പർ റെഡ് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പേര്. കോപ്പർ എനിക്കറിയാവുന്നതാണ്, പക്ഷേ ഇത് നല്ല രീതിയിൽ റെഡ് കളറിൽ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം. ചിലപ്പോൾ കോപ്പർ തന്നെയായിരിക്കും. ഇത് ഏത് വെറൈറ്റിയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു അക്വേറിയത്തിൽ ജയന്റ് ഗൗരാമീനെ കാണുന്നത്. ഇത് പിന്നെ സെയിലിനായിട്ടൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് ഒരുമിച്ചിടുന്നതിലൊന്നും പ്രശ്നമില്ല, കാരണം ഇവർ ടെമ്പററി ആയിട്ടായിരിക്കും ഇടുന്നത്. പക്ഷേ നമ്മളൊരു അക്വേറിയൊക്കെ ഇതുപോലെ മോൺസ്റ്റർ ഫിഷുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓസ്കാർ ജയന്റ് ഗൗരാമീനൊക്കെ ഒരുമിച്ചിടാനായിട്ട് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഓസ്കാറുകളും ജയന്റ് ഗൗരാമികളും പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര ഒത്തുപോകുന്ന മീനുകളല്ല. പക്ഷേ നമ്മൾ പല അക്വേറിയങ്ങളിലും കണ്ടിട്ടുണ്ട് ഇവർ ഒരുമിച്ച് കിടക്കുന്നത്. അത് കണ്ടിട്ട് നമ്മളും അതുപോലെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വർക്കാവുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയന്റ് ഗൗരാമിയും ഓസ്കാറും ഒരുമിച്ചിടുന്നത് പൊതുവേ റെക്കമെൻഡഡ് അല്ല, കാരണം രണ്ടും അത്യാവശ്യം അഗ്രഷനുള്ള സ്പീഷീസുകളാണ്. ഒരു കാരണവശാലും ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും, അതായത് വലിപ്പ ചെറുപ്പമുള്ള പീസുകളെ ഒരു കാരണവശാലും ഒരുമിച്ചിടാനായിട്ട് പാടില്ല. അത് നമ്മൾ ഓസ്കാറുകളെ മാത്രമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജയന്റ് ഗൗരാമികളെ മാത്രമായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ മിക്സ്ഡ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും ഈ കാര്യം കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സൈസിനുള്ളതിനെ മാത്രമേ ഇടാവൂ. അതും ഒരിക്കലും നമ്മൾ ഓൾറെഡി ഒരു അക്വേറിയത്തിനകത്ത് നമ്മൾ ആദ്യം ജയന്റ് ഗൗരാമിനെ വാങ്ങിയിട്ടു, എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഓസ്കാറുകൾ ഇടാമെന്ന് വിചാരിച്ചാൽ അത് വർക്കൗട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഓസ്കാറിനെയാണ് വാങ്ങിയിടുന്നത്, എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ജയന്റ് ഗൗരാമിനെ വാങ്ങിയിടാമെന്ന് പ്ലാൻ ചെയ്താലും അതും വർക്കൗട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ടെറിട്ടോറിയൽ ആയിട്ടുള്ള മീനുകളാണ്. നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരെണ്ണത്തിനെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടൊക്കെ അത് ആ ഒരു അക്വേറിയത്തിന് അത് ടെറിട്ടോറിയലാവും, അത് അതിൻ്റെ സാമ്രാജ്യമായിട്ട് കണക്കാക്കും. പിന്നെ നമ്മൾ ആ അക്വേറിയത്തിലേക്ക് പുതിയൊരു മീനിനെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഓൾറെഡി അതിനകത്ത് കിടക്കുന്ന മീൻ ആ പുതിയതിടുന്ന മീനെ കൊത്തി ഓടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ഏതെങ്കിലും മീനുകളെ, പ്രത്യേകിച്ച് ഈ ഓസ്കാർ ജയന്റ് ഗൗരാമിനെയൊക്കെ നിങ്ങൾ ഒരുമിച്ചിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടിനെയും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. പുതിയൊരു സ്പേസിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു അക്വേറിയത്തിലേക്ക് രണ്ടിനെയും പുതിയതായിട്ട് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഔട്ട്ഡോർ ടാങ്കിൽ ഒരു മെയിൽ ഓസ്കാറുകളും അതുപോലെ തന്നെ ജയന്റ് ഗൗരാമികളും കിടക്കുന്നുണ്ടെങ്കിൽ ഒരേ സൈസിലുള്ള രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ട് നമുക്ക് അക്വേറിയത്തിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, പുതിയൊരു സ്പേസിലേക്ക്. രണ്ടുപേർക്കും അത് പുതിയ സ്പേസാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അതിലാരും ടെറിട്ടോറിയൽ ആയിട്ടില്ല. ആ സാഹചര്യങ്ങളിൽ അവർ ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ആ ഒരു സമയത്ത് അവർ രണ്ടുപേരും ആ ഒരു സ്പേസിൽ പുതിയതായതുകൊണ്ട് ആരും ടെറിട്ടോറിയൽ ആവാത്തതുകൊണ്ടും അവർ ഒത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒത്തുപോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ചില അക്വേറിയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഓസ്കാറുകളും ജയന്റ് ഗൗരാമികളൊക്കെ ഒരുമിച്ച് കിടക്കുന്നത്. പക്ഷേ അതെല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളാണ്, അതുപോലെ തന്നെ ഒരേ സൈസിലുള്ള മീനുകളെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു അക്വേറിയത്തിൽ തന്നെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ഈ ഓസ്കാറുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. രണ്ടുപേരും ഇവർ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്കാറുകൾ ഈ ചുണ്ടും കടിച്ചിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ച് നേരം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഓസ്കാറുകൾ തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. പക്ഷേ ജയന്റ് ഗൗരാമിയും ഓസ്കാറും തമ്മിൽ ഒന്നും ചെയ്യുന്നില്ല. ജയന്റ് ഗൗരാമിയുടെ അടുത്തേക്ക് ഓസ്കാറുകൾ വരുമ്പോൾ ജയന്റ് ഗൗരാമി ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ ഓസ്കാറുകളും ജയന്റ് ഗൗരാമിനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയന്റ് ഗൗരാമിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സൈസ്, ഓസ്കാറുകൾ ചെറിയ സൈസാണ്. പക്ഷേ പല കേസുകളും നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്, ജയന്റ് ഗൗരാമീനെയും ഓസ്കാറിനെയും ഒരുമിച്ചിട്ടിട്ട് അവർ തമ്മിൽ അറ്റാക്ക് ചെയ്തതും വാലൊക്കെ കടിച്ച് കീറിയ കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത് ഗൗരാമികളാണ്. മറ്റ് മീനുകളെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഓസ്കാറുകളൊക്കെ അറ്റാക്ക് ചെയ്ത കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വേറെയും പല മീനുകളെ അറ്റാക്ക് ചെയ്തിട്ട് കൊന്ന കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷാർക്കാണ്. ഷാർക്കിനെയാണ് ഈ ജയന്റ് ഗൗരാമി കൊത്തിയിട്ട് അത് ചത്തുപോയിട്ടുള്ളത്. ഷാർക്ക് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇറിഡീസൻ ഷാർക്ക്, അതായത് ആസാം വാള. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവേ പറയുന്നത് ഇവരെ ഒരുമിച്ച് ഇടാൻ പറ്റുന്ന മീനുകളല്ല, അല്ലെങ്കിൽ ഒത്തുപോകുന്ന മീനുകളല്ല എന്നാണ്. പക്ഷേ നമ്മൾ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് ഒരേ സൈസിനുള്ളതിനെ ഇടാവൂ. അതുപോലെ തന്നെ അക്വേറിയത്തിന് അത്യാവശ്യം സ്പേസ് വേണം. ആവശ്യത്തിന് എണ്ണത്തിനെ മാത്രമേ ഇടാവൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയൊരു സ്പേസിലേക്ക് അവരെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു സ്പേസിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ഒരെണ്ണത്തിനെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്തതിനെ ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് പുതിയൊരു സ്പേസിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അവർ ഒത്തുപോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മാറ്റേണ്ടി വരും. പൊതുവേ ഇവരെ ഒരുമിച്ച് ഇടുന്നത് റെക്കമെൻഡ് ചെയ്യാറില്ല, എങ്കിലും ചില സാഹചര്യങ്ങളിലൊക്കെ അത് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചില മീനുകളൊക്കെ ചില സാഹചര്യങ്ങളിൽ ഒത്തുപോകാറുണ്ട്.
അതായത് അവർ പരസ്പരം ഇണങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ഔട്ട്ഡോർ ടാങ്കുകളിലും പല ആൾക്കാർ വളർത്തുന്നതിൽ ഓസ്കാറുകളെയും ജയന്റ് ഗൗരാമികളൊക്കെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. ചിലതിനൊക്കെ ചെറിയ സൈസിൽ തന്നെ ഇവർ ഒരുമിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. അതായത് ജയന്റ് ഗൗരാമി ആണെങ്കിൽ ഓസ്കാർ ആണെങ്കിൽ ചെറിയ സൈസിൽ വാങ്ങിയിട്ടിട്ട് അവർ ആ ടാങ്കിൽ കിടന്ന് ഒരുമിച്ച് വളർന്ന് വലുതായിട്ടുള്ളതാണ്. അപ്പോൾ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ 2 എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ 4 എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് നമ്മൾ പുതിയൊരു അക്വേറിയത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അഗ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ ഒരു അക്വേറിയത്തിനുള്ളിൽ തന്നെ ജയന്റ് ഗൗരാമിയും ഓസ്കാറുകളും തമ്മിൽ ഒരു ഫൈറ്റ് പോലും ഉണ്ടാവുന്നത് ഞാൻ കണ്ടില്ല. ഓസ്കാറുകൾ തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്, പക്ഷേ ജയന്റ് ഗൗരാമിയും ഓസ്കാറും തമ്മിൽ ഫൈറ്റ് ആവുന്നത് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് 100% ഒന്നും നമുക്ക് തന്നെ പറയാൻ പറ്റില്ല, കാരണം ഇവർ ഒത്തുപോകാത്ത മീനുകളാണെന്നുള്ളത്. അതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലും ഈ ജയന്റ് ഗൗരാമികളും ഓസ്കാറുകളും ഒരുമിച്ചാണ് കിടന്നിരുന്നത്. അവർ തമ്മിൽ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജയന്റ് ഗൗരാമികളെയും ഓസ്കാറുകളെയൊക്കെ ഒരുമിച്ചിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എക്സ്പീരിയൻസിൽ ഈ 2 മീനുകളും അടിപൊളി മീനുകളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.